ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നേര്യമംഗലത്ത് നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവിടെ വെച്ച് ഞാൻ ആ വീഡിയോ നിർത്തിയേക്കായിരുന്നു. ഇനി അതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ബസ്സിൽ കയറി നമ്മുടെ യാത്ര തുടരാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേര്യമംഗലം പാലത്തിലേക്ക് ആണ് കയറാനുള്ളത്. നേര്യമംഗലം പാലം കയറി നമ്മൾ പിന്നെ ഫോറസ്റ്റ് ഏരിയയിലേക്ക് തന്നെയാണ് പോണത്. ഇഞ്ചത്തൊട്ടിയൊക്കെ കൂടി വന്നത് ഇവിടെ മുതൽ നല്ല വനപ്രദേശമാണ്. നമുക്ക് കൊക്കയും മരങ്ങളും മലകളും എല്ലാം നല്ല ഭംഗിയാണ് അങ്ങനെ കണ്ടിരിക്കാൻ. അപ്പോൾ നേര്യമംഗലം പാലം ബ്രിട്ടീഷുകാർ പണിത ആദ്യത്തെ ഇന്ത്യയിലുള്ള പാലമാണല്ലോ. അപ്പോൾ അതിൻ്റെ ബലം ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതിൻ്റെ ആ സ്ട്രോങ് ഇപ്പോഴും ഉണ്ട്. നമ്മളാണ് പണിതെങ്കിൽ അതൊക്കെ ഇപ്പോൾ പണ്ടേ മണ്ണടിഞ്ഞ് പോയേന്. ബ്രിട്ടീഷുകാർ പണിതത് മാത്രമാണല്ലോ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നമ്മുടെ നാട്ടിലുള്ളൂ. ഇതിപ്പോൾ ഒരു വെള്ളച്ചാട്ടമാണ്, ചീയപ്പാറ. ഇത് റൈറ്റ് സൈഡിൽ വേറൊരു വെള്ളച്ചാട്ടം. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ അത്ര കുറവാട്ടോ. അല്ലെങ്കിൽ നല്ല മഴക്കാലത്തേക്കാണെങ്കിൽ ഭയങ്കര ഫോഴ്സിൽ ഇതിലേക്ക് വെള്ളം ചാടും. അങ്ങനെ മലകളൊക്കെ കാടാണെങ്കിലും അവിടെയൊക്കെ ഇപ്പോൾ കുറേ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതിലിങ്ങനെ പോകുമ്പോൾ എൻ്റെ വാപ്പിച്ചിയുടെ വീട് അടിമാലിയിലാട്ടോ, കുമ്പൻപാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നാടായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ട്. ചെറുപ്പം മുതൽ ഞങ്ങളിങ്ങനെ യാത്ര എപ്പോഴും അങ്ങനെ വെക്കേഷനൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പോകാറുണ്ട്. അപ്പം അന്ന് കണ്ട കാഴ്ചകളും ഇന്ന് കാണുന്ന കാഴ്ചകളും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. അന്ന് നമ്മളിങ്ങനെ ഇതിൽ പോകുമ്പോൾ ഇവിടെയൊക്കെ കൊക്കയും കാടും മാത്രമേ ഉള്ളൂ, ഒരു കടകൾ പോലും ഇല്ല. ഇപ്പം ഈ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് പോണോണ്ട് തന്നെ ഇഷ്ടംപോലെ ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക അങ്ങനെയൊക്കെ ഉള്ള ചെറിയ കച്ചവടങ്ങളും പിന്നെ തട്ടുകടകളും അല്ലാതെ തന്നെ ഹോട്ടലുകളും ഒക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അന്നൊന്നും നമുക്ക് ഇതിലിങ്ങനെ പോകുമ്പോൾ വേറെ ഒന്നും കാണാനില്ല. ഈ കാടും ഈ ഇങ്ങനെയുള്ള കൊക്കകളും അല്ലാതെ ഒന്നും കാണാനില്ല കേട്ടോ. അന്നൊക്കെ ഇതിലേക്ക് പോകാൻ തന്നെ ആളുകൾക്ക് പേടിയാണ്. റോഡിനൊന്നും ഇത്ര വീതിയൊന്നുമില്ല. ബസ്സിലിരുന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. വേറൊരു ബസ്സോ അല്ലെങ്കിൽ ഒരു വണ്ടിയൊക്കെ വന്ന് സൈഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിങ്ങനെ പേടി കൊണ്ട് നമുക്ക് ഇങ്ങനെ ടിക് ടിക് നടിക്കും കേട്ടോ. അത്ര വീതി കുറഞ്ഞ റോഡായിരുന്നു അന്നൊക്കെ. ഇന്ന് ഇതിപ്പോൾ ഭയങ്കര വിശാലമായിട്ട് ഇഷ്ടംപോലെ വണ്ടികളും വാഹനങ്ങളും രണ്ട് സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാലും വീടുകളാണെങ്കിലും നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ നല്ല അടിപൊളി വീടുകളൊക്കെയാണ്. അന്നൊക്കെ ഇതിൽ വരുമ്പോൾ വീടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് കൊണ്ടുള്ള ചുമരും പുല്ലുകൊണ്ട് മേഞ്ഞ വീടുകൾ കേട്ടോ. അതൊക്കെ ഓർക്കുമ്പോൾ അതൊക്കെ ഇപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നത്തെ വീടുകൾക്കൊക്കെ ഒരു ചെറിയ കുടിലുകൾ പോലെയും വലിയ വീടാണെങ്കിലും പുല്ല് മേഞ്ഞതൊക്കെയാണ്. നമുക്ക് അതിനകത്താണെങ്കിലും നല്ലൊരു സിയിലിരിക്കുന്ന ഫീലാട്ടോ ഈ പുല്ല് മേഞ്ഞ മൺചുമരുള്ള വീടുകളിൽ. ഇപ്പോൾ കോൺക്രീറ്റ് കൊണ്ട് ഉള്ള വീടുകളിൽ നമ്മൾ സി ഇട്ടിരിക്കും പോലെയല്ല. അത് നല്ല ഫ്രഷ് എയറും നല്ല ആ ചുമരിനും ഒരു പ്രത്യേകതയുണ്ട്. മണ്ണ് കുഴച്ച് തേച്ച് പിടിപ്പിച്ച് ചെയ്യണതാണ് ചുമരുകളൊക്കെ. അങ്ങനെ പറഞ്ഞ് നമ്മളിത് ആ പാറക്കെട്ടുകളുടെ ഇടയ്ക്ക് കൂടിയായിട്ട് ഇപ്പോൾ നമ്മുടെ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ അടുത്ത നമ്മുടെ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. പൊന്മുടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പൊന്മുടിയിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ പൊന്മുടി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് സമയം ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നമ്മളോട് ഇവിടെ നിന്നോളാനായിട്ട് നമ്മുടെ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ബസ്സായിട്ട് നേരെ മുകളിലേക്ക് പോകും. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് നടന്ന് ചെന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ പൊന്മുടി ഡാമാണ്. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇഷ്ടംപോലെ വേറെയും ടൂറിസ്റ്റ് ബസ്സുകളും അല്ലാതെ തന്നെ KSRTCയുടെ തന്നെ വിനോദയാത്രാ ബസ്സുകളും ഒക്കെ ഉണ്ട് കേട്ടോ. കൂടാതെ ബൈക്ക് റൈഡേഴ്സൊക്കെ ഒരുപാടുണ്ട്. നമ്മുടെ പയ്യന്മാരൊക്കെ ഇഷ്ടംപോലെ ബൈക്കിൽ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് അവരും കറങ്ങണുണ്ട്. കോളേജ് സ്റ്റുഡൻസും എല്ലാവരും ഉണ്ട്. നല്ല നട്ടുച്ച സമയമായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ നല്ല വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ടീം കുടയൊക്കെ ആയിട്ടാണ് പോണത്. പക്ഷേ എത്ര വെയിലാണെങ്കിലും നല്ല കാറ്റാട്ടോ, നല്ല തണുത്ത കാറ്റും തണുത്ത അന്തരീക്ഷമാണ്. അതുകൊണ്ട് നമുക്ക് ആ വെയിൽ അറിയണില്ല കേട്ടോ. ഈ പൂക്കളൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണാനേ ഇല്ല. പണ്ടൊക്കെ എല്ലാ റോഡരിയിലും നിന്നതാണ്. നല്ല മനോഹരമായ കാഴ്ചകളാട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ. അപ്പോൾ ഓരോരുത്തരായിട്ട് അവരവർക്ക് ഇഷ്ടമുള്ള റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കണവരുണ്ട്, അല്ലാതെ വീഡിയോ എടുക്കണവരുണ്ട്, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണവരുണ്ട്. അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ മലകളും മേടുകളും കുന്നുകളൊക്കെ നോക്കി ഞാനും എൻ്റേതായ ഒരു ലോകത്താണ്. ഞാനിപ്പോൾ നോക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ഒരുപാട് ചെടികളല്ല എന്തോ ഈ മഞ്ഞ പൂക്കൾ ഉണ്ടാവും അതിൽ. ഇപ്പോൾ അത് പൂവിൻ്റെ സീസണല്ല. അത് ഇങ്ങനെ കാറ്റിലാടി ഇങ്ങനെ ഒലയാട്ടോ. നല്ല ഭംഗിയാണ് കാണാനായി. ഇതിങ്ങനെ ഒപ്പം വെട്ടി നിർത്തിയ പോലെയാണ് അത് കണ്ടിട്ട്. അപ്പം ഞാൻ ഇവരെയൊക്കെ വിളിക്കാട്ടത് നോക്കി നല്ല ഭംഗിയുണ്ടെന്ന് പറയും. നമ്മൾ ഒപ്പം വെട്ടി നിർത്തിയാൽ പോലും ഇത്ര ഭംഗിയായിട്ട് കിട്ടില്ല അല്ലേ. പ്രകൃതി സ്വയം അതിനെ ഒരുക്കിയേക്കണത് എത്ര ഭംഗിയായിട്ടാണ്. അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ നോക്കി അവിടെ നിന്ന്. അപ്പോൾ ഈ പൊന്മുടിയിൽ നിന്ന് ഇനി നമ്മൾക്ക് നമ്മുടെ ലഞ്ച് ശാന്തൻപാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാട്ടോ. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് പോവാണ്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്ത് നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മുടെ ബസ് നിർത്തുള്ളൂ. നല്ല കാറ്റും നല്ല കാഴ്ചകളും അങ്ങനെ നല്ല സന്തോഷമായിട്ട് നമ്മൾ ഇവിടുന്ന് നമ്മുടെ യാത്ര വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് തിരിക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.